പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ കാണാൻ പോവുകയാണ്. ആ വീഡിയോ ഒരു കല്യാണ വീട്ടിലെ കല്യാണവുമായി ബന്ധപ്പെട്ട് നടന്ന ബുർദ മജ്‌ലിസ് നടന്ന ഒരു വീഡിയോ ആണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് നാളുകളായി സംസാരിക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. വീഡിയോ ബുർദ മജ്‌ലിസിന്റെ വീഡിയോ ആണെങ്കിലും നടക്കുന്നത് ബുർദയാണെങ്കിലും ബുർദയുടെ പേരിൽ പേക്കൂത്തുകളും അനാചാരങ്ങളും കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ആ ഒരു ബുർദ മജ്‌ലിസിൽ, നിക്കാഹുമായി ബന്ധപ്പെട്ട വേദിയിൽ നടന്ന ആ ബുർദയുടെ മജ്‌ലിസിൽ നടന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നീട് പറയാം. പ്രിയമുള്ള കൂട്ടുകാർ, ആ വീഡിയോ കണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ഉസ്താദുമാരുടെ വേഷം ഒക്കെ ധരിച്ചുകൊണ്ട് എന്താണ് അവർ അങ്ങനെയുള്ള പേക്കൂത്തുകളും അനാചാരങ്ങളും കാട്ടിക്കൂട്ടലും നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിക്കാഹ് എന്ന് പറയുന്ന, കല്യാണം എന്ന് പറയുന്ന നല്ലൊരു നാളിൽ പുതുമണവാളനും പുതുമണവാട്ടിയും വലിയ സന്തോഷത്തിൽ കഴിയേണ്ട നിമിഷങ്ങളെ ബുർദയുടെ നല്ല മജ്‌ലിസുകൾ അവരുടെ പേരും പറഞ്ഞുകൊണ്ട് ആ ബുർദയുടെ വേദിയെ തന്നെ നിസ്സാരമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ബുർദയുടെ മജ്‌ലിസുകൾ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശംസയും മദ്ഹാണ്. നബി തങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ഏറെ സ്വാധീനമുണ്ടാക്കാനും നബി തങ്ങളുടെ മഹബ്ബത്തും ഇഷ്കും ജനങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ ബുർദയുടെ മജ്‌ലിസുകൾ കാരണമാകണം. ഒരു കാലത്ത് സ്വാദിഖ് ഫാദിലി ഗൂഡല്ലൂർ ഉസ്താദ്, അതുപോലെ തന്നെ അഭിമന്യരായ അബ്ദുസ്സമദ് അമാനി ഉസ്താദിനെ പോലത്തെ നല്ല നല്ല മാധ്യമങ്ങൾ ബുർദയുടെ വേദികളിൽ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ താല്പര്യമുണ്ടാകുന്ന രൂപത്തിൽ, നബി തങ്ങളോട് ഇഷ്കും മുഹബ്ബത്തും വർദ്ധിക്കുന്ന രൂപത്തിലുള്ള നല്ല നല്ല ബുർദ വേദികളായിരുന്നു. ജനങ്ങളുടെ ആഖിറത്തിന്, പാരത്രികമായ ലോക വിജയത്തിന് കാരണമാകുമായിരുന്നു. പക്ഷേ അള്ളാഹു ബഹുമാനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ബഹുമാനം ഉണ്ടാകാൻ കാരണമാകുന്ന ബുർദയുടെ പേരിൽ അത് കല്യാണ വേദികളിലാക്കിയിട്ട് ആ പുതുമണവാളന്റെയും പുതുമണവാട്ടിയുടെയും പേരുകളൊക്കെ പറഞ്ഞ് അതബില്ലാത്ത രൂപത്തിൽ ഇന്ന് ബുർദയുടെ മജ്‌ലിസുകൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ അത്രയും നിർവാഹമുള്ളത് കൊണ്ട് പറയാൻ, ഏതെങ്കിലും ഒരാളെ സമൂഹത്തിൽ താറടിക്കാനോ ഒന്നും പറയുന്നതല്ല. ഉസ്താദുമാർ എന്ന് പറയുന്ന ഈ നല്ലൊരു വേഷധാരികൾക്ക്, ശ്വേത വേഷ അണിഞ്ഞ് നല്ല ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കുന്ന ഈ വിഭാഗത്തിന് തന്നെ പല സാധാരണക്കാരെ കൊണ്ടും വ്ളോഗർമാരെ കൊണ്ടും പറയിപ്പിച്ചതാണ് ഈ ഒരു ബുർദ വേദിയിൽ നടന്ന കാട്ടിക്കൂട്ടലുകൾ, അനാചാരങ്ങൾ, പേക്കൂത്തുകൾ. നമുക്കറിയാം, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പള്ളിയാകാം, മുസ്ഹഫാകാം, കഅബയാകാം, മാതാപിതാക്കളാകാം, ഉസ്താദുമാരാകാം, അവരെയെല്ലാം നാം ബഹുമാനിച്ചേ പറ്റൂ. അത് ഖുർആൻ പറഞ്ഞതാണ്. യഥാർത്ഥ അള്ളാഹുവിന്റെ ഭയഭക്തിയുള്ള വിശ്വാസിയാണോ അവൻ അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കണം. അതുമാത്രമല്ല, ബുർദയുടെ വേദി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലാണ് നാം ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി അവിടെ കാട്ടിക്കൂട്ടലുകളും പേക്കൂത്തുകളും ഒന്നും നടത്താതെ നല്ല ബഹുമാനത്തോടെ, ആദരവോടുകൂടെ, അതവോടെ ആയിരിക്കണം ബുർദ പാടേണ്ടത്. നാം ഉസ്താദുമാരായ നാമും സാധാരണക്കാരും സാധാരണ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഹ്കാം. അറിവും മറ്റു പഠിക്കുന്ന വിഷയങ്ങൾക്ക് പരിഗണന നൽകുന്നതിനേക്കാൾ, അതിന് മുൻഗണന കൊടുക്കുന്നതിനേക്കാൾ, ബഹുമാനം കൊടുക്കുന്നതിനേക്കാൾ അദബിനാണ് വലിയ ബഹുമാനം കൊടുക്കേണ്ടത്. ചില ആളുകൾക്ക് ബുർദയുടെ പേരിൽ പാടി രസിച്ചുകൊണ്ട് അനാചാരത്തിന്റെയും പേക്കൂത്തിന്റെയും ആളുകളാകണമെങ്കിൽ ബുർദയുടെ അവസാനം പാടിക്കോളി. ബുർദയുടെ തുടക്കത്തിലും ഇടയിലും പാടാൻ പാടില്ലെന്ന് ഞാനല്ല പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക കാര്യദർശിമാരിൽ ഒരാളായ ശൈഖുന പേരോട് ഉസ്താദാണ്. നിങ്ങൾക്കത് കേൾക്കാം. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രസംഗത്തിന് ശേഷം ബുർദ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പറയണം, ആളുകൾ ബുർദ കേൾക്കാതെ പോകുന്നത്. അപ്പം ഞാൻ ബുർദൻ്റെ കുറേ ബഹുമാനമൊക്കെ അവസാനം പറഞ്ഞു, എല്ലാവരും ഇരിക്കണം എന്ന്. ഞാനിങ്ങ് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ബുർദ ഉടങ്ങിക്കൊള്ളി എന്ന് ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ കുറച്ച് കുട്ടികൾ സ്റ്റേജ് നോക്കി ഇങ്ങനെ ആയിപ്പോരുത്. അതായത് നമ്മളെ താല്പര്യം മുഴുവൻ പാട്ടിൽ, നമ്മളെ താല്പര്യം മുഴുവനും ഈ ആനന്ദത്തിൽ അങ്ങനെ ആയി പോകരുത്. നമുക്ക് ആത്മീയത ഉണ്ടാകും. ബുർദ ചൊല്ലാൻ വേണ്ടി വിളിച്ചുകൊണ്ടേ ബുർദ ചൊല്ലണം. അവിടെ പാട്ട് പാടാൻ പാടില്ല. പാട്ടിന് വിളിച്ചാൽ പാട്ട് പാടിക്കോളി. പാട്ടിന് വിളിച്ചാൽ പാട്ട്. രാവിലെ കട്ടൻ ചായ കുടിക്കേണ്ട സ്ഥലത്ത് ബിരിയാണി കൊടുക്കരുത്, ബിരിയാണി കൊടുക്കേണ്ട സ്ഥലത്ത് കട്ടൻ ചായ കൊടുക്കരുത്.
ബുറുദ എല്ലാം വിളിച്ചാൽ ബുറുദ എല്ലണം, വേറെ അവിടെ പാട്ടൊന്നും പാടാൻ പാടില്ല. അത്രയും ആദരവോടെ ബഹുമാനത്തോടെ ബുറുദ കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ് സാസ്. ജനങ്ങളെല്ലാവരും എഴുന്നേറ്റൊക്കെ പോവുകയും ചെയ്യും, കാരണം അവർ ബുറുദക്കാരാണ് വന്നത്. അദബ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് എവിടെയും പാലിക്കണം. അതിലേറ്റവും വലുതാണ് ഈ മൗലിദ്, ബുർദ, കിതാബ്, ഖുർആന്, ഹദീസ്, ഇൽമ്, ആലിമ്, ഉസ്താദ്, ബാപ്പ, ഉമ്മ, പ്രായമുള്ളവർ, ഗുരുനാഥന്മാർ, അവിടെ ഒക്കെ അദബ് പാലിക്കണം. ബുർദന്റെ ഇടക്ക് പാട്ട് പാടാൻ പാടില്ല, ബുർദന്റെ മുമ്പ് പാട്ട് പാടാൻ പാടില്ല. ഇനി അഥവാ ഒരുത്തർ പാട്ട് പാടണമെന്ന് വല്ലാതെ മൂട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന് ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുർദന്റെ ശേഷം വേണമെങ്കിൽ പാടാം. എല്ലാറ്റിനും അദബുണ്ട്. തഖ്ദീം അഖസ്സിനെ മുന്തിക്കണം ഇവിടെ. അപ്പൊ എപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, ഖുർആൻ കൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് തുടങ്ങുക. തുടക്കം എപ്പോഴും ബർക്കത്തുള്ളതായിരിക്കും. ബിസ്മി കൊണ്ട് തുടങ്ങുക, അല്ലേ, ഹംദ് കൊണ്ട് തുടങ്ങുക, സലാത്ത് കൊണ്ട് തുടങ്ങുക. അപ്പൊ ബുർദ പാടുന്ന സദസ്സുകളിൽ ഒരിക്കലും പാട്ടുപാടി തുടങ്ങാൻ പാടില്ല. അത് ഓരോന്നിനും ഓരോ അദബുകളുണ്ട്. ഇടക്കും പാട്ട് പാടാൻ പാടില്ല. ബുറുദ ശരിക്ക് അച്ചടക്കത്തിൽ ചൊല്ലുക. അപ്പോ സുഹൃത്തുക്കളായ നിങ്ങൾ ശൈഖുന പേരൂർ ഉസ്താദിന്റെ വാക്കുകൾ ശ്രവിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഏതോ ഒരാൾ, ഉസ്താദല്ലാത്ത ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ബുർദ വേദി എന്ന് പറയുന്ന ആ മഹത്വമുള്ള വേദിയിൽ ഈ രൂപത്തിൽ പുതുമണവാളന്റെയും പുതുമണവാട്ടിയുടെയും ഷോർട്ട് കട്ട് പേരുകൾ വിളിച്ച് അതൊരു അനാചാരത്തിന്റെ വേദിയാക്കുമ്പോൾ അവിടെ തലയെകെട്ട് കെട്ടിയ അന്തമുള്ള, അന്തസ്സുള്ള, ബോധം ഉള്ള ഒരുപാട് ഉസ്താദുമാരുണ്ടല്ലോ, അവർക്ക് ഇറങ്ങി വരാമായിരുന്നില്ലേ എന്നതാണ് പുഴക്കാട്ടിരി ഇബ്രാഹിം സഖാഫി എന്ന് പറയുന്ന മറ്റൊരു ഉസ്താദും അവിടെ ചോദിച്ചത്. ലൂത്ത് നബി ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണത്. അലൈസമിൻകും റജുലുർ റഷീദ്, പക്വതയുള്ള, അന്തമുള്ള, ബോധമുള്ള ഒരാൾ, ഒരു ഉസ്താദായ ഒരുപാട് ആളുകൾ അതിലില്ലേ, അവർക്ക് ഇറങ്ങി വരാമായിരുന്നില്ലേ? അങ്ങനെ ബുർദയുടെ വേദിയിൽ പേക്കൂത്തുകൾ നടത്തുമ്പോൾ ഉസ്താദിന്റെ, പുഴക്കാട്ടിരി ഉസ്താദിന്റെ ആ വാക്കുകളും നിങ്ങൾക്ക് കേൾക്കാം. അവിടുന്നാണ്ട് വിട്ടിട്ട് ഏതൊരു സംഗതിയും പട്ടത്തിന് കയറുട്ടിയ അതിന്റെ നിയന്ത്രണം തെറ്റണ മാതിരി ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തർ കയറിയാണ്ട് മേഞ്ഞു. അങ്ങനെയാണെന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റുഷ്ദമോളും റുഷ്ദമോളൊക്കെ ഉണ്ടാവും. റുഷ്ദമോള് ചിന്താമ എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പുതിയാപ്പിള, അന്നത്തെ പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ പറഞ്ഞിരിക്കണം. എന്ത് തോന്നിയാസാണ് ഇതൊക്കെ. തലയിൽ കെട്ടിയിരുന്നിട്ട് നീളം കുപ്പായിട്ടിട്ട് ആ സാസിലുള്ളവരൊക്കെ വിധം തന്നെ ഇരുന്നിട്ട് തോന്നിയാസം പാടുക. ഒരാൾക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നുന്നുണ്ട്. ഒരുത്തൻ അങ്ങനെ കഥ ഇല്ലാതെ പാടുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോരണ്ടേ? ലൂത്ത് നബി ചോദിച്ച പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട്, അലൈസ ഫീക്കും റജുലുർ റഷീദ്, പക്വതുള്ള ഒരു എണ്ണം കൂട്ടത്തിലില്ലേ? പുഴക്കാട്ടിരി ഉസ്താദിന്റെ ആ നല്ല വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവസാനം ഈ വീഡിയോ സംബന്ധിച്ച് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മഹത്വമുള്ള ബുർദയുടെ വേദികളെ കളങ്കപ്പെടുത്തരുത്. അതാരായാലും, ഉസ്താദുമാരായാലും സാധാരണക്കാരനായാലും, നിക്കാഹിന്റെ വേദിയുമായി ബന്ധപ്പെട്ടും കല്യാണ വേദിയുമായി ബന്ധപ്പെട്ടും എന്ത് വേദിയാകട്ടെ, ബുർദയുടെ വേദിയാണോ, നിങ്ങളെ ബുർദ പാടാനാണ് വിളിച്ചിട്ടുള്ളത്, ബുർദ പാടി പോവുകയാണ് വേണ്ടത്. ആ ബുർദയുടെ പേരിൽ ഇങ്ങനെയുള്ള അനാചാര പാട്ടുകളൊക്കെ പാടി പേക്കൂത്തുകളൊക്കെ നടത്തി നിങ്ങൾ ആ വേദിയെ കളങ്കപ്പെടുത്തരുത്. ഇങ്ങനെ നിങ്ങൾ ബുർദയുടെ വേദിയെ കളങ്കപ്പെടുത്തുമ്പോൾ മറ്റു രൂപത്തിൽ സമൂഹത്തിൽ വെള്ള വസ്ത്രമണിഞ്ഞ് നിങ്ങളെപ്പോലെ തന്നെ പള്ളി മദ്രസകളിൽ ജോലി ചെയ്യുന്ന, മുദർരിസുമാരായി ജോലി ചെയ്യുന്ന, മറ്റൊരുപാട് വെള്ള വസ്ത്രം അണിഞ്ഞ് ഈ സമൂഹത്തിൽ വളരെ അഭിമാനത്തോടെ, ഇസ്സത്തോടു കൂടെ ജീവിക്കുന്ന പണ്ഡിതന്മാരായ ഉസ്താദുമാരുണ്ട്. അവർക്ക് ഇത് ചീത്ത പേരാണ്. ഒരു ബസ്സിൽ കയറിയാൽ ഉസ്താദുമാർ തലയെ കെട്ടിയവരെന്ന് പറഞ്ഞുകൊണ്ട് എത്ര ബഹുമാനമാണ് സമൂഹം നൽകുന്നത്. പള്ളിയിൽ നിൽക്കുന്ന ഉസ്താദുമാർക്ക് സമയാസമയം ഭക്ഷണം കൊടുത്ത്, ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ സമൂഹം വലിയ ഇസ്സത്തോടു കൂടി, അഭിമാനത്തോടു കൂടി, ലോകത്തിലെ ഒരു രാജാവിന് പോലും കൊടുക്കാത്ത ആദരവുകളും റെസ്പെക്റ്റാണ് സമൂഹം ഇന്ന് തലയെ കെട്ടിയ എൽമുള്ള പണ്ഡിതന്മാരായ ഉസ്താദുമാർക്ക് സമൂഹം നൽകുന്നത്. അതുകൊണ്ട് ബുർദയുടെ വേദി കളങ്കപ്പെടുത്തുന്ന, ഉസ്താദുമാരുടെ ഇസ്സത്തും അഭിമാനവും കളയുന്ന ഇങ്ങനെയുള്ള പേക്കൂത്ത് പാട്ടുകൾക്ക് യാതൊരാളും പിന്നെ വേദി ഒരുക്കി കൊടുക്കാതെ, അങ്ങനെയുള്ള പാട്ടുകൾക്ക്, അനാചാരങ്ങൾക്ക്, പേക്കൂത്തുകൾക്ക് ഒരു ഉസ്താദോ ഒരു സാധാരണക്കാരനോ നേതൃത്വം കൊടുക്കാതെ നാം എല്ലാവരും ഇസ്സത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ജീവിക്കുന്നവരാവുക. കല്യാണ വേദികളിലും മറ്റു എന്ത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ബുർദയുടെ മജ്ലിസിൽ അതിന്റെ ആദരവൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങളൊന്നും കടന്നുകൂടാത്തതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു നല്ലവരായി ജീവിച്ച് നമ്മുടെ നേതൃത്വം പറഞ്ഞതുപോലെ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.